ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. RCB ടീം വിൽപ്പനയ്ക്ക് ഇക്കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലായാലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ ആയാലും കേൾക്കുന്ന ഒരു വാർത്തയാണത്. അപ്പോൾ ഈ ഒരു ബ്ലൂംബർഗ് റിപ്പോർട്ട് വന്നിരുന്നു. അതായത് RCBയുടെ ഉടമസ്ഥരെന്ന് പറയുന്നത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണ്. അവരുടെ പേരന്റ് കമ്പനിയാണ് ഡിയാജിയോ. അപ്പോൾ ഡിയാജിയോ RCBയിലുള്ള തങ്ങളുടെ സ്റ്റേക്സ് വിൽക്കാൻ ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഏകദേശം $2 ബില്യൺ, അതായത് 17,000 കോടി രൂപയാണ് ആ ഒരു വാല്യുവേഷൻ പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ ഒരു ബ്ലൂംബർഗ് റിപ്പോർട്ട് വന്നു. ഈ ഒരു റിപ്പോർട്ട് വന്നതോടുകൂടി മറ്റു മാധ്യമങ്ങളും പിന്നെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളും എല്ലാം ഈ വാർത്ത ഏറ്റുപിടിക്കുകയും RCB ടീം വിൽപ്പനയ്ക്ക് എന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ പുറത്തു വരികയും ചെയ്തു. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണ് RCBയുടെ ഓണേഴ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ സ്റ്റോക്കുകൾക്ക് വാല്യുവേഷൻ കൂടുകയും ചെയ്തു. അതായത് ഒരു 3% വരെ അവരുടെ യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ സ്റ്റോക്സിന്റെ വില വർദ്ധിച്ചു. ഇങ്ങനെ വന്നതോടുകൂടി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് യുണൈറ്റഡ് സ്പിരിറ്റ്സിനോട് ഈ വാർത്തയിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയും അവർ ഈ കാര്യം അപ്പാടെ നിഷേധിക്കുകയുമാണ് ഉണ്ടായത്. അതായത് ഈ വരുന്ന വാർത്തകളെല്ലാം സ്പെക്കുലേഷൻസ് മാത്രമാണ്, ഇതിലൊന്നും കഴമ്പില്ല. RCB ടീം വിൽക്കുന്നതിനെ പറ്റി അങ്ങനെ കാര്യമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല, അതുപോലെ തന്നെ അതിന്റെ പ്രോസസ് ഒന്നും നടന്നിട്ടില്ല എന്നൊക്കെയാണ് യുണൈറ്റഡ് സ്പിരിറ്റ്സ് BSEയോട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോട് വിശദീകരിച്ചത്. അങ്ങനെ തൽക്കാലത്തേക്ക് ആ ഒരു റൂമേഴ്സിനെല്ലാം ഒരു വിരാമമായിരിക്കുകയാണ്. RCB എന്ന ടീം വിൽപ്പനയ്ക്കില്ല. പക്ഷേ ഇതിനുള്ളിൽ ചരടുവലികൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവർ പലരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ RCB ആദ്യമായിട്ട് കപ്പ് അടിച്ചു, അപ്പോൾ അത് വാല്യുവേഷൻ ഒന്നുകൂടെ കൂടി. പിന്നീട് RCBയുടെ ഫേസ് എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി നമുക്കറിയാവുന്ന പോലെ കരിയറിന്റെ ഒരു ഫാഗ് എൻഡിലാണ്. കുറച്ച് വർഷങ്ങൾ കൂടി മാത്രമേ വിരാട് കോഹ്ലി കാണൂ. അപ്പോൾ വിരാട് കോഹ്ലി പോയി കഴിഞ്ഞാൽ ഈ RCBയുടെ ബ്രാൻഡ് വാല്യൂ കുത്തനെ ഇടിയും. അതിനാലാണ് ഇവരിപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ബെസ്റ്റ് ടൈമിൽ RCBയുടെ സ്റ്റേക്സ് വിൽക്കാനായിട്ട് ഉള്ള തീരുമാനം എടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ എക്സ്പ്ലനേഷൻസ് ഒക്കെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ അപ്പാടെ നിഷേധിച്ചുവെങ്കിലും ഉള്ളിൽ ചരടുവലികൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും അവർ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോട് അവർ നൽകിയ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ IPL തുടങ്ങിയപ്പോൾ വിജയ് മല്യ ആയിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഓണർ എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് 2012 കിങ്ഫിഷർ എയർലൈൻസിന്റെ തകർച്ചയോടുകൂടി വിജയ് മല്യ ടീം വിൽക്കുകയും ഡിയാജിയോ എന്ന കമ്പനിക്ക് കീഴിലുള്ള യുണൈറ്റഡ് സ്പിരിറ്റ്സ് RCB വാങ്ങുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് കീഴിൽ RCB എത്തുന്നത്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക് ടോക്സ് വിത്ത് കിരൺ.